ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് വിത്ത് ആനന്ദ്. നമുക്കിന്ന് ചിക്കൻ ചെട്ടിനാട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിൻ്റെ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ആദ്യം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്നതിന് ശേഷം ഒരു 5 ഗ്രാം കടുകിടാം. അതിനുശേഷം വറ്റൽ മുളക് രണ്ടായി മുറിച്ച് ഇടുക. ഒരു 2-3 മുളക് മതിയാം, ആവശ്യാനുസരണം ഇടുക. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ സവാള ഇടുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് പോലെ ആക്കി എടുത്തിരിക്കുന്നത് അതിട്ടിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറും, ഒരു ബ്രൗണിഷ് യെല്ലോ കളർ ആകുമ്പോഴത്തേക്കും വരെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പേ നമ്മുടെ തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടെ ഇടുക. 1-2 തക്കാളി മതി. തക്കാളി എത്ര വേണം എന്ന ആവശ്യമുള്ളവർക്ക്, തക്കാളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇടാം. 1-2 തക്കാളികൾ മതിയാകും, കൂടി പോകാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു ലിഡ് കൊണ്ട് അടച്ച് വയ്ക്കുക. എല്ലാം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ലിഡ് കൊണ്ട് അടച്ച് വയ്ക്കുക. എല്ലാം ഒന്ന് നല്ല ഉടച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി 1 ടീസ്പൂൺ മതിയാകും. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. പിന്നെ 1/2 ടീസ്പൂൺ മസാലപ്പൊടി. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടുക. പിന്നെ 1/2 ടീസ്പൂൺ കുമിൻ പൗഡർ, ജീരകപ്പൊടി അതിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജീരകപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ജീരകപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കാവുന്നതാണ്. ജീരകപ്പൊടി ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ജീരകപ്പൊടി ഇട്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് നമ്മൾ നന്നായി കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇടുക. എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുക. ഇപ്പോൾ ആദ്യമേ 2 ടീസ്പൂണാണ് ഉപ്പിട്ടെങ്കിൽ ഇപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കറിയെല്ലാം ഒന്ന് നമ്മൾ ഇട്ട പീസസിലേക്ക് ഒന്ന് പിടിച്ച് വരുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ലിഡ് അടച്ച് ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പം നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട്
നമുക്ക് ഗ്രേവി ആയിട്ടാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ആയാലും മതി, കൂടുതലും ചൂടുവെള്ളമാണ് നല്ലത്. ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വയ്ക്കുക. അതെല്ലാം ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുള്ളവർക്ക് ആദ്യത്തേന് മാത്രം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ല ഗ്രേവി ആയിട്ട് തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ മസാല കൂട്ടുകളെല്ലാം ഇനി കൂടുതൽ വേണമെന്നും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ നേരം വച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കുറച്ച് നേരം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അവസാനം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ചെട്ടിനാട് തയ്യാറായി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് be our guest to our channel. Thank you.